ഹലോ ഡിയർ ആസ്പിരൻസ്, എല്ലാവർക്കും കേസ് മെന്ററിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫൈനൽ ലാപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 24 എക്സാം എഴുതുന്ന എല്ലാ ആൾക്കാർക്കും ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ നിങ്ങൾ കുറെ കാലമായി പ്രിപ്പയർ ചെയ്യുന്നു, അപ്പൊ കുറെ പേർക്ക് ടെൻഷൻ ആയിട്ടുണ്ടാവും, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലും ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ കാണുവാണെങ്കിലും അവരും ഇത് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എസ്പെഷ്യലി ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റിൽ ഹൗ യു ക്യാൻ മാനേജ് അല്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇൻ ദിസ് ലാസ്റ്റ് മിനിറ്റ് എന്നാണ് അതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us conquer ജോഗ്രഫി. ആ 5 മാർക്കും നമുക്ക് എടുക്കാം. സോ ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ കുറെ കാലമായി പഠിച്ചു, ഇപ്പൊ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടാവും, ഡിവിഷൻ മോഡൽ ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഹോട്ട് ടോപ്പിക്സ് എന്താണ്? ഹോട്ട് ടോപ്പിക്സ്. ഈ ഹോട്ട് ടോപ്പിക്സ് എങ്ങനെയാ പിക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 2021 മുതൽ ഡിഗ്രി പ്രിലിംസിന് ഏറ്റവും അധികം ചോദിച്ച ക്വസ്റ്റ്യൻസും അതേപോലെ ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ള ചില ടോപ്പിക്സും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്ന പൂളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഏരിയ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ബാക്കി എന്ത് നിങ്ങൾ വിട്ടാലും സ്കിപ്പ് ചെയ്താലും എന്താ പറയാ, ഈ ഏരിയാസ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ഇത് ഏകദേശം 9 ക്വസ്റ്റ്യൻസോളമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡിൽ നിങ്ങൾ എന്ത് പഠിക്കണം? ഒബ്വിയസ്ലി എല്ലാ ബെൽറ്റുകളും എന്താന്ന് പഠിക്കണം, അതിന്റെ കോഴ്സസ്, ഫോർമേഷൻ എങ്ങനെ ഉണ്ടായെന്ന് പഠിക്കണം, ആൻഡ് പ്ലാനറ്ററി വിൻഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. നമ്മുടെ ഈസ്റ്റർലി വെസ്റ്റർലിയുടെ കാര്യം പ്രത്യേകം എടുത്ത് പഠിക്കണം. ആൻഡ് ഡോൾഡ്രം, ഹൂസ് ലാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യം എന്താ, കാരണം മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹിമാലയാസിന്റെ ഭാഗങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുക. അതിൽ തന്നെ വെർട്ടിക്കൽ ഡിവിഷനും ഹൊറിസോണ്ടൽ ഡിവിഷനും എടുത്തെടുത്ത് നോക്കുക. ഏതൊക്കെ റിവേഴ്സ് വെച്ചിട്ടാണ് തരം തിരിക്കുന്നത്? ഇപ്പൊ വെർട്ടിക്കൽ ഡിവിഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്, ഗ്രേറ്റർ ഹിമാലയാസ്, അങ്ങനെയുള്ള രീതി, അതിന്റെ ഇമ്പോർട്ടൻറ്റ് പാസസ്, പീക്സ് തുടങ്ങിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടെമ്പറേച്ചറിൽ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വരാറുള്ളത്, ഒന്ന് കഴിഞ്ഞ UPSCക്ക് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് എ പ്രോബബിലിറ്റി നിങ്ങൾക്ക് കിട്ടാൻ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഹീറ്റ് ബഡ്ജറ്റ്. അതേപോലെ നിങ്ങൾ ഐസോതേംസ് നോക്കുക. ഐസോതേമിൽ ഇപ്പൊ നമ്മൾ പറയും ജനുവരിയിൽ ഐസോതേമിന് നോർത്ത് വേർഡ് ഡീവിയേഷൻ ഉണ്ട്, അതിന്റെ കാരണം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതേപോലെ ഓഷ്യന്റെ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളും നോക്കി വെക്കുക. GISല് കറണ്ട് അപ്ഡേറ്റ്സ് പ്രധാനമായിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കോഴ്സ് ഇനിഷ്യേറ്റീവ്, അതേപോലെ ഇപ്പൊ സ്വമിത്വ സ്കീമിൽ GIS യൂസ് ചെയ്യുന്നുണ്ടോ, പുതിയ GIS ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, ഇപ്പൊ നമ്മുടെ തന്നെ PSC കുറെ തവണ ചോദിച്ചിട്ടുള്ള മാപ്പ് GIS, അതേപോലെ ArcGIS, ഇത് ഓപ്പൺ സോഴ്സ് ആണോ അതോ എന്താ പറയാ പെയ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. അറ്റ്മോസ്ഫിയറിൽ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എല്ലാ തവണയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു കാരണവശാലും അത് കൺഫ്യൂസിങ് ആവരുത്. ഇപ്പൊ അറോറ ബൊറിയാലിസ് ഒക്കെയാണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തെർമോസ്ഫിയറിൽ എന്താണ് സംഭവിക്കുന്നത്, അയോൺസ് കാരണം എന്ത് സംഭവിക്കുന്നു, സ്ട്രാറ്റോസ്ഫിയറിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നത്, ഇങ്ങനെയുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. റിവേഴ്സ് ഓഫ് കേരളയില് പെർട്ടിക്കുലർലി നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ പെരിയാർ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഇൻസിഡൻസ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ലാൻഡ് സ്ലൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളത്തിന്റെ മേജർ റിവേഴ്സ് എന്തായാലും നോക്കുക. അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫെസ്റ്റിവൽസ്, അതേപോലെ കൺസർവേഷൻ എഫേർട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതൊക്കെ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എർത്ത് സ്ട്രക്ചറിൽ തീർച്ചയായിട്ടും ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്, ലെയേഴ്സ് ഓഫ് എർത്ത്, അത് കെമിക്കലും മെക്കാനിക്കലും, അതായത് ലിത്തോസ്ഫിയർ, എസ്തെനോസ്ഫിയർ, മീസോസ്ഫിയർ, ബാരോസ്ഫിയർ എന്നുള്ളതും മറ്റേ നമ്മുടെ ക്രസ്റ്റ്, മാൻഡൽ കോർ എന്നുള്ളതും നോക്കി വെക്കുക. ഡിസ്കണ്ടിന്യൂറ്റീസ് നോക്കി വെക്കുക. റിമോട്ട് സെൻസിങ്ങിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഇത്തവണ എന്താ പറയുക, ഇപ്പൊ ക്രോപ്സ് പോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, അങ്ങനെയുള്ള റീസെന്റ് അപ്ഡേറ്റ്സുകൾ നോക്കുക. പിന്നെ ബേസിക്സ് നോക്കുക. റിമോട്ട് സെൻസിങ്ങിന്റെ പ്ലാറ്റ്ഫോംസ് എന്താണ്, ഇതെന്താ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അത് വേറെ ഹീറ്റ് സോഴ്സ് വേണോ, ആക്റ്റീവ് ആണോ പാസീവ് ആണോ, അങ്ങനെയുള്ള കാര്യം നോക്കുക. ഇപ്പോൾ GISന്റെ കേസ് ആണെങ്കിൽ വെക്ടർ ഡേറ്റ ആണോ രാസ്റ്റർ ഡേറ്റ ആണോ, ഇവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. ഇതൊക്കെ ഫണ്ടമെന്റൽസ് ആണ്, നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്സിലും ഉണ്ട്, അത് നോക്കി വെക്കണം. ആൻഡ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, വാട്ടർ വേസ് പ്രധാനമായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ മെട്രോ, നമ്മുടെ വാട്ടർ മെട്രോന്റെ എവിടെ തൊട്ട് എത്ര വരെ ആണ്, എത്ര സ്റ്റോപ്സ് ഉണ്ട്,
എപ്പോഴാണ് ആരംഭിച്ചത്, ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ, എന്തെങ്കിലും കനാൽ പ്രൊജക്ട്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. മാപ്സ്, ടോപ്പോഗ്രഫിക് സൈൻ എല്ലാ തവണയും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ചില സമയത്ത് ബൗൺസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബൗൺസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പൊതുവെ ടഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ മാപ്പിൽ ഇപ്പോൾ ഈ ലൈൻസ്, കോണ്ടൂർ ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കളേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ ക്വാഡ്രന്റ് ഷീറ്റ് എന്താ, ഡിഗ്രി ഷീറ്റ് എന്താ, ഒക്കെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽസ് ഒന്ന് നോക്കി വെക്കുക. ഇൻഡസ്ട്രീസ്, ഇത് ലഭിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്. ഇപ്പൊ ലിത്യം ഡിപ്പോസിറ്റ്സ് റീസെന്റ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം ഏതാണ്, ഓക്കെ, ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഇപ്പൊ മൈക്ക് പ്രിഡോമിനന്റ് ആയിട്ട് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. റോക്സ് ഇഷ്ടം പോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മെറ്റമോർഫിക് റോക്സ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുക. മെറ്റമോർഫിക് അതായത് ഏത് റോക്കിൽ നിന്ന് എങ്ങോട്ടാണ് മാറുന്നത്, എന്ത് ഹീറ്റ് ചെയ്താലാണ് ഇപ്പൊ നീസ് വരിക, ഇപ്പൊ സ്ലേറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഷിസ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ബേസിക് കോമ്പിനേഷൻസ് നോക്കുക. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് റോക്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നീസ്, ഷിസ്റ്റ്, ഡോളോമൈറ്റ്, ഓക്കെ, ഗബ്ബറോ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാവരും എന്തായാലും ഫണ്ടമെന്റലായി നിങ്ങൾ നോക്കി വെച്ചേക്കണം. ലാൻഡ് ഫോംസിൽ ഇറോഷണൽ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ലൈക്ക് നമ്മൾ എന്താ പറയാ, ഇപ്പൊ മഷ്റൂം റോക്സ്, യാർദാഗ്, തൊംബോലോ, അങ്ങനെയുള്ള ഇറോഷണൽ ഏതാ ഡിപ്പോസിഷണൽ ഏതാ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ റാപ്പിഡ്, കാട്രാക്ട്, ഇങ്ങനെ പേരുകൾ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ മോഷൻസ് ഓഫ് എർത്തിൽ നിങ്ങൾ റെവല്യൂഷൻ നോക്കണം. റെവല്യൂഷനിൽ എന്തുകൊണ്ട് അത്ര നോക്കണം എന്ന് ഞാൻ പറയുന്നത്, റെവല്യൂഷനിലെ സീസൺസ്, ഈ സീസൺസ് മനസ്സിലാക്കുന്ന എങ്ങനെയാ, സണ്ണിന്റെ പൊസിഷൻ കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പൊ ജൂൺ 21 എവിടെയാണ്, സെപ്റ്റംബർ 21, 22 എവിടെയാണ്, ഡിസംബർ 21 എവിടെയാണ്, മാർച്ച് 21 എവിടെയാണ്, ഈ ഒരു ഫണ്ടമെന്റൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, കാപ്രിക്കോൺ, തിരിച്ച് ഇക്വേറ്റർ, ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് മനസ്സിലായാൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പ്രഷർ ബെൽറ്റിന്റെ കേസ് ആണെങ്കിലും ശരി, മെഡിറ്ററേനിയൻ ക്ലൈമറ്റിന്റെ കേസ് ആണെങ്കിലും ശരി, സീസൺസിന്റെ കേസ് ആണെങ്കിലും ശരി, എവറിത്തിങ് വിൽ ബി കണക്റ്റഡ്. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെരി ഫെമിലിയർ വിത്ത് റെവല്യൂഷൻ. ഇനി റെവല്യൂഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് റെഫർ ദാറ്റ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിവേഴ്സിന് നമുക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്ന മേജർ റിവേഴ്സ് ലൈക്ക് ഇപ്പൊ ഗംഗ കൊടുക്കാം, അതേപോലെ ഇൻഡസ്, ബ്രഹ്മപുത്ര, അതേപോലെ ബാക്കി നമ്മുടെ പെനിൻസുലാർ റിവേഴ്സ്. ഇതിൽ ഗംഗയ്ക്ക് ഫോക്കസ് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുംഭമേള നടന്നത് കൊണ്ട് എന്തായാലും ഗംഗയ്ക്ക് ഫോക്കസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പഞ്ചപ്രയാഗ്സ് ഇല്ലേ, പഞ്ചപ്രയാഗ്സ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. നമ്മൾ വിശന്ന കർണൻ റൂഡായി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രയാഗ്സ് എവിടെയാണ്, പ്രയാഗ്രാജ്, അലഹബാദ്, അവിടെ ഏതൊക്കെ നദികളാണ് ചേരുന്നത്, കൺഫ്ലുവൻസ് ആണ്, ത്രിവേണി സംഗമം, അതൊക്കെ പറയുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതേപോലെ അയോധ്യയുടെ തീരത്തൊഴുകുന്ന നദി ഏതാണ്, അതിനെ വിളിക്കുന്ന പേര് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെക്കുക. വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ന്യൂസ് അപ്ഡേറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. കേരളയുടെ ക്ലൈമറ്റിലും മൺസൂണിന്റെ എഫക്ട്സ്, ഇമ്പാക്ട്സും, മഴ, ഈ കാര്യം, പിന്നെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. അതായത് ഫണ്ടമെന്റൽ കാര്യങ്ങൾ മാത്രമേ എന്തിൽ ചോദിക്കുള്ളൂ, ഈ ക്ലൈമറ്റ് ഓഫ് കേരളയിൽ ചോദിക്കുള്ളൂ. കേരള ഫിസിയോഗ്രഫിയിൽ മിഡ്ലാൻഡ്, ഹൈലാൻഡ്, ലോലാൻഡ്, കോസ്റ്റ് ലൈൻ, ലോലാൻഡിലെ കോസ്റ്റ് ലൈൻ, ഈ കാര്യം നോക്കിക്കോളാം. എപ്പോഴും ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ഹൈലാൻഡ്സ് ആണെങ്കിൽ അവിടുത്തെ മേജർ പീക്സ് ക്വസ്റ്റ്യൻസ് വരാം, ഇപ്പൊ മിഡ്ലാൻഡ്സ് ആണെങ്കിൽ വെജിറ്റേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. ആൻഡ് വേൾഡിലെ ക്ലൈമാറ്റിക് റീജിയൻസിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ടൈപ്പ് ചോദിക്കാം. ഇപ്പൊ മെഡിറ്ററേനിയൻ ടൈപ്പ് ക്ലൈമറ്റിന്റെ പ്രത്യേകത എന്താണ്, ഏത് സമയത്താണ് മഴ കിട്ടുന്നത്, എന്താ വിന്റർ റെയിൻ ക്ലൈമറ്റ് എന്നാലേ നമ്മൾ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിനെ പറയുന്നത്. അപ്പൊ അതുപോലെ ലൊറൻഷ്യൻ ക്ലൈമറ്റിനെ കുറിച്ച് ചോദിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ക്ലൈമറ്റ് ആണ്, ഫിഷിംഗ് ഗ്രൗണ്ടുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കാണപ്പെടുന്ന ക്ലൈമറ്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞെന്താ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ഈ ക്ലൈമാറ്റിക് റീജിയൻസുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബുകൾ ചോദിക്കാം. ഇപ്പൊ മസായി ട്രൈബ്, ബിന്ദിപു ട്രൈബ്, അങ്ങനത്തെ പല ട്രൈബ്സ് ഉണ്ട്. ഓക്കെ, ട്യൂറക്സ് ഉണ്ട്, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നുള്ളൂ, ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ വെജിറ്റേഷന്റെ ടൈപ്സ് ചോദിക്കാം. ഇപ്പൊ ചാപ്രൽ വെജിറ്റേഷൻ ഉണ്ട്, മാലി വെജിറ്റേഷൻ ഉണ്ട്, ഫിൽം ബോസ് വെജിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ എടുത്തതാ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ക്ലൈമറ്റ് ചോദിക്കാതെ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ടഫ് ആക്കാൻ വേണ്ടി കൊപ്പൻസ് ക്ലാസിഫിക്കേഷൻ ചോദിച്ച് നമ്മൾ കാണാറുണ്ട്.
അപ്പൊ കൊപ്പൻസ് ക്ലാസിഫിക്കേഷൻ പൊതുവിൽ എല്ലാവരും ടഫാന്ന് പറഞ്ഞ് സ്കിപ്പ് അടിക്കുന്നത്, പക്ഷെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കൊപ്പൻസിന്റെ ഭാഗത്ത് നോക്കി വെച്ചാൽ മതി. അതായത് എ ബി സി ഡി ഇ, പിന്നെ നമ്മുടെ എച്ച്, അതേപോലെ എഫ് എം എസ് ഡബ്ല്യു, എ ബി സി ഡി, ബി ഡബ്ല്യു എസ് എച്ച് കെ. ഇത്രയും കാര്യങ്ങൾ എന്താന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി കൊപ്പൻസ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ടഫാണ്, ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ കമന്റ് ചെയ്തിടുക. ഷുവർ ആയിട്ട് ഞാൻ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്രിസ്പ് വീഡിയോ നിങ്ങൾക്ക് എക്സാമിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തിടുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട് ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ ഓഷ്യനോഗ്രഫിയുടെ ഭാഗത്ത് പൊതുവിൽ ഡിഗ്രി പ്രിലിംസിന് അങ്ങനെ ക്വസ്റ്റ്യൻ കാണാറില്ല, പക്ഷെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ബുദ്ധി അല്ലാത്തതുകൊണ്ട് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള വേവ്സിന്റെ സ്പീഡ് എങ്ങനെയാ, അതേപോലെ ടൈപ്സ് ഓഫ് ടൈഡ്, ഇപ്പൊ നീപ് ടൈഡ് എന്താ, സ്പ്രിംഗ് ടൈഡ് എന്താ, ഒരേ ലൈനിലാണെങ്കിൽ എന്ത് വിളിക്കും, സ്പ്രിംഗ് ടൈഡ്, 90 ഡിഗ്രി ആണെങ്കിൽ നീപ് ടൈഡ്, അങ്ങനെയുള്ള കാര്യം നോക്കി വെക്കാം. പിന്നെ ഓഷ്യൻ കറൻസ് ഈ പ്രിലിംസിന് കണ്ടിട്ടേ ഇല്ല, മെയിൻസിനാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരിക. പിന്നെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓഷ്യൻ കറൻസിന്റെ ബേസിക് കാര്യങ്ങളൊന്നും നോക്കി വെച്ചേക്കുക. ബേസിക് ആയിട്ടുള്ള കറണ്ട്, അതേപോലെ ഈ ബേസിക് ഫിഷിംഗ് ഗ്രൗണ്ട്സിലെ ഇപ്പോൾ ലാബ്രഡോർ കറണ്ട്, ഗൾഫ് സ്ട്രീം കറണ്ട്, അതേപോലെ ഒയാഷിയോ കറണ്ട്, കുറോഷിയോ കറണ്ട്, ഇങ്ങനെയുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷത്തെ ടെൻഡൻസി വെച്ച് നോക്കുമ്പോൾ എൻവയോൺമെന്റൽ ജോഗ്രഫി, ഓക്കെ, എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലുള്ള ജോഗ്രഫിയിലേക്ക് ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വൈൽഡ് ലൈഫ് അങ്ങനെ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആയാലും, അതേപോലെ ഇപ്പൊ കൺസർവേഷൻ എഫേർട്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും, എന്നാലും അതും കൂടെ വായിക്കുമ്പോൾ ജസ്റ്റ് അത് മനസ്സിൽ വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ യു വിൽ ബി സോർട്ടഡ് ഫോർ യുവർ ജോഗ്രഫി പ്രിലിംസ് എക്സാം. 5 മാർക്കും നിങ്ങൾക്ക് കിട്ടും, അതിനാരും പേടിക്കേണ്ട ഒരാവശ്യമില്ല. മാക്സിമം ഒരു ബൗൺസ് റങ്കാണ് വന്നാൽ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മെയിൻസിന് എത്രയാണ്, 7 മാർക്കാണ് ജോഗ്രഫിക്ക്, അതും നമ്മുടെ കയ്യിലിരിക്കും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മുടെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ് എന്ന് ചോദിച്ചത് കണ്ടോ. ട്രേഡ് വിൻഡ്സ് ബ്ലോ ഫ്രം ഏത് പ്രഷർ ബെൽറ്റ് ടു ഏത് പ്രഷർ ബെൽറ്റ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലാൻഡ് ആൻഡ് സീ ബ്രീസ്, ഹൈ പ്രഷർ ഏതാ ലോ പ്രഷർ ഏതാ എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ദിസ് ക്വസ്റ്റ്യൻ കംസ് ഫ്രം പ്രഷർ ബെൽറ്റ് ഏരിയ. ഇനി ഇത് നോക്കിയേ, അഗൈൻ പ്രഷർ ബെൽറ്റില് പ്ലാനറ്ററി വിൻഡ്സ്, വെസ്റ്റർലീസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ്ലി കെഎസിന്, പ്രിലിംസിന്, മെയിൻസിന് എല്ലായിടത്തും കയറി വരുന്ന ആളാണ് ഇത് പ്ലാനറ്ററി വിൻഡ്സ്. ദെൻ നോക്കിയേ, പാറ്റ്ലാൻഡ്സ് എന്തിന്റെ ഫീച്ചറാണ്, ഇതേപോലെ ലാൻഡ് ഫോംസിന്റെ കാര്യങ്ങൾ വരാറുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അടുത്ത് നോക്കിയേ, അഗെയിൻ ലാൻഡ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. കേരള ജോഗ്രഫി മൊത്തത്തിൽ പറയാം, വെസ്റ്റേൺ ഗാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. വെസ്റ്റേൺ ഗാർഡ്സ് ആക്ച്വലി എന്താ, എസ്കാർപ്പമെന്റ്. അപ്പൊ എസ്കാർപ്പമെന്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഇത് നോക്കിയേ, ഹിമാലയാസിന്റെ ഞാൻ ഡിവിഷൻ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിവിഷൻ, വെർട്ടിക്കൽ ഡിവിഷൻ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നദികളിലൂടെ എങ്ങനെയാണ് ഹിമാലയാസ് തരം തിരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിവിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതിയാവും. യു പീപ്പിൾ ആർ ഗുഡ് ടു ഗോ. സോ വെൻ യു ബിലീവ് ഇൻ യുവർ സെൽഫ്, എനിത്തിങ് ഇസ് പോസിബിൾ. നിങ്ങളെ കൂടെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തതാണ്. So just stay positive. You will surely crack the exam and do well. All the very best for your exam. അപ്പോൾ ജോഗ്രഫിയിൽ എന്തെങ്കിലും ടോപ്പിക്സ് ടഫ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്താൽ മതി. സോ ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഗൈസ്.